ഹലോ സുഹൃത്തുക്കളെ, ഞാൻ അലവിക്കുട്ടി. അബൂഷൈമ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു സൂപ്പർ ഐറ്റംസ് ആണ്. ഇത് പൊറാട്ടയല്ല, ചപ്പാത്തി അല്ല, അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ടേസ്റ്റ് ആണ്. നല്ല സൂപ്പർ ഐറ്റംസ് ആണ്. അപ്പൊ ഇത് ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ് കറി, കടലക്കറി, ഇതിന്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ്. അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ടേസ്റ്റ് രുചിച്ചറിയുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതിന് വേണ്ടി ഒരു സ്പൂൺ ഈസ്റ്റ്, അതുപോലെ തന്നെ 2 ടീസ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ ഇളം ചൂടുള്ള വെള്ളം ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക. എന്നതിന് ശേഷം നമ്മൾക്ക് അത് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ നല്ലതുപോലെ മിക്സ് ആവണം. അത് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടെ ഞങ്ങളിവിടെ ഇത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് മൈദപ്പൊടിയാണ്. അപ്പോൾ അത് 2 കപ്പ് മൈദപ്പൊടി, അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂണ് കറുത്ത എള്ള്, അതുപോലെ കുറച്ച് ഉപ്പ്, പാകത്തിന് ഉപ്പ്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഓയിൽ, അതുപോലെ തന്നെ അതെല്ലാം ഒഴിച്ച് ചെറിയ വാം വാട്ടർ ഒഴിച്ചുകൊണ്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. കൈ കൊണ്ട് കുഴച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ലതുപോലെ ഉഷാറായി കുഴച്ച് സെയിം പൊറാട്ടക്ക് കുഴക്കുന്ന അതേ ലെവലിൽ കുഴച്ചെടുക്കുക. അപ്പോൾ എന്നാലും അതിൻ്റെ കുഴക്കൽ നല്ല സൂപ്പറായാലേ അത് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ച് ഇളം ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായി കുഴച്ച് കൊടുക്കുക. അപ്പോഴാണ് നമ്മൾ ഇത് ഐറ്റംസ് നമ്മൾ ശരിക്കും സെറ്റായി വരുള്ളൂ. നല്ലതുപോലെ എല്ലാം കുഴച്ച് റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അല്പം ഓയിൽ തടവിയിട്ട് ഇതോടെ അടച്ചു വെക്കുക. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതുകൊണ്ട് വേറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ചെറിയ ചെറിയ ബോളാക്കി എടുക്കാനുണ്ട്. അപ്പോൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി കൗണ്ടർ ടോപ്പിൽ അല്പം പൊടി ഇട്ടുകൊണ്ട് അതിലിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാനുണ്ട്. കുഴച്ചെടുത്തതിന് ശേഷം ഓരോ ബോളുകളാക്കി പരത്തി അത് ഒരു ഷേപ്പാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ലേശം പരിപാടികളുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല ഉഷാറായിട്ട് പെട്ടെന്ന് ചെയ്തു തീർക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു ടച്ച് വിട്ടുപോകും. അപ്പോൾ ഇത് പാകത്തിന് ഇങ്ങനെ ഓരോ ബോൾസുകളായിട്ട് ഇതുപോലെ കട്ടാക്കി മാറ്റി വെക്കുക. എന്നതിന് ശേഷം ഓരോന്നെടുത്ത് പൊറാട്ടക്കൊക്കെ പരത്തുന്ന പോലെ പരത്തുക. അപ്പോൾ എല്ലാം ഇവിടെ ഓരോ ബോൾസ് ആക്കി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഓരോന്നോരോന്നെടുത്ത് പരത്തണം. അപ്പോൾ ഒരുപാട് കട്ടി കുറച്ച് പരത്തരുത്. അപ്പോൾ അല്പം കട്ടി വേണം. അപ്പോൾ എന്നതിന് ശേഷം നമ്മൾ പിസ്സ കട്ടർ ഉപയോഗിച്ചിട്ട് കട്ടാക്കാനുള്ളതാണ്. ഒരു ത്രികോണ ഷേപ്പിൽ കട്ടാക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഓയിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായി പൊങ്ങി വരും. നല്ല സൂപ്പർ ഐറ്റംസ് ആണ്. കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഒരു വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തികച്ചും ഒരു അടിപൊളി ഐറ്റംസ് ആണ്. അതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകിട്ട് ചായക്കോ ഒക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് ബബിൾസുമായി നന്നായി പൊങ്ങി വരും. അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, പുറത്തേക്ക് നല്ല ക്രിസ്പി ആയിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് നല്ല ചിക്കൻ കറിയോ മട്ടൻ കറിയോ അതുപോലെ കടലക്കറിയൊക്കെ എന്തെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് പിന്നെ കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ഐറ്റംസ് ആണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ അബു ഷൈമ കിച്ചൻ നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യുക. ഇത് പൂരിയല്ല, പൊറാട്ടയല്ല, പത്തിരിയല്ല, അതിൻ്റെ ഇടയിൽ വരുന്നൊരു ടേസ്റ്റാണ്. നല്ല സൂപ്പർ ഐറ്റംസ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അത് ഒരിക്കലും മിക്സ് ചെയ്യരുത്. നമ്മളിതൊരു അറബ് ചാനലിൽ കണ്ടതാണ്. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് എന്താ പാടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മക്കളെ. അപ്പോൾ ഒരിക്കലും ഇത് മിസ് ചെയ്യണ്ട. ഓക്കെ, ബൈ ബൈ.